അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചീഞ്ഞ നാറുന്ന കഥകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് സിനിമാ ലോകത്തിൽ നിന്നും. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കാലങ്ങളായി എൻ്റെ മനസ്സിൽ തോന്നിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയ ഈ മേഖലയെ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നപ്പോൾ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അതാണ് ഓർമ്മപ്പെടുത്തുന്നത്. കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് കേൾക്കാം. നമ്മൾ ഏറ്റവും കൂടുതലായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങളിൽ അനാവശ്യമായ നിലക്കുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഏതെങ്കിലും ഒരാൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രതികളെ തീർച്ചയായും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട് മാതൃകാപരമായ ശിക്ഷകൾ നൽകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അതിൽ ഇന്ന് കേരളം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമുണ്ട്. സർക്കാർ എനിക്ക് വലിയൊരു വീഴ്ച ആ വിഷയത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, അത് തുടർന്നുകൊണ്ടുമിരിക്കുന്നു. ഇരകളാണ് എന്ന് പറയുന്നവരുടെ പേര് വെളിപ്പെടുത്തേണ്ടതില്ല, വെളിപ്പെടുത്താൻ പാടുമില്ലതാനും നിയമപ്രകാരം. എന്നാൽ വേട്ടക്കാരുടെ പേര് വെളിപ്പെടുത്തുന്നതിൽ എന്ത് പ്രശ്നമാണുള്ളത്? പ്രശ്നമില്ല എന്ന് മാത്രമല്ല, അങ്ങനെ വെളിപ്പെടുത്താത്തതിന്റെ കാരണത്താലാണ് പിന്നെയും ഇങ്ങനെയുള്ള തെറ്റുകൾ വീണ്ടും വീണ്ടും വർദ്ധിക്കുന്നതും. അത് അവർക്കുള്ള ഏറ്റവും വലിയൊരു പ്രചോദനമായിട്ടാണ് ഇങ്ങനെയുള്ളവർക്കുള്ള പ്രചോദനമായിട്ടാണ് എല്ലാവരും കാണുന്നത് എന്ന് സ്വാഭാവികമെന്നോണം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ തെറ്റ് ചെയ്തവർ തീർച്ചയായും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം. എന്നാൽ ഇതിൽ ഞാൻ സംശയിക്കുന്ന ചില കാര്യങ്ങൾ, ഇതിൽ ഈ പുരുഷന്മാർ എവിടെയോ ചതിക്കപ്പെടുന്നില്ലേ? അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന വേട്ടക്കാരി എന്ന് പറയപ്പെടുന്നവർ, അവർ വേട്ടക്കാരാണെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിന് പുറമെ ഇവർ എവിടെയോ ചതിക്കപ്പെടുന്നില്ലേ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണല്ലോ. കാരണം ഞാൻ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഒരു സ്ത്രീ വിളിച്ചു പറയുന്നത് എത്രയോ മുമ്പ് പീഡിപ്പിക്കപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. 10 വർഷമോ 15 വർഷമോ അതിനേക്കാളും കൂടുതൽ ചെറിയ പ്രായത്തിൽ ഉണ്ടായ വിഷയങ്ങളെ കുറിച്ചാണ്. എന്നാൽ ഞാൻ പറയുന്നത്, ആ സമയത്തും അവർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് പറഞ്ഞാൽ അവർക്ക് തീർച്ചയായും അതിനുള്ള ശിക്ഷ വേട്ടക്കാർക്ക് നൽകുക തന്നെ വേണം. എന്നാൽ നമ്മളുടെ ഇന്ത്യൻ നിയമപ്രകാരം തന്നെ 18 വയസ്സ് പ്രായപൂർത്തി കഴിഞ്ഞ ഒരു സ്ത്രീയുമായി അവരുടെ സമ്മതത്തോടുകൂടി ബന്ധപ്പെടുന്നതിൽ, ലൈംഗികമായ നിലക്ക് ബന്ധപ്പെടുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നിയമം. ഈ നിയമം ഒരാൾ നടപ്പിലാക്കുകയാണെങ്കിൽ, അതായത് ഒരാൾ 18 വയസ്സ് പ്രായപൂർത്തിയായ ഒരു പെണ്ണുമായി ആ സമയത്ത് ലൈംഗികമായ നിലക്കുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ചതിന് ശേഷം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ്, ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇയാളോട് തോന്നുന്ന ഏതെങ്കിലും ഒരു വ്യക്തിവൈരാഗ്യങ്ങൾ, അല്ലെങ്കിൽ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടിയോ വേണ്ടതുപോലെ ഉപയോഗിക്കാൻ പറ്റാതെയോ പണമോ മറ്റുള്ളത് ആവശ്യപ്പെട്ട് കൊടുക്കാത്തതിൻ്റെ കാരണത്താൽ ഞാൻ കേസ് കൊടുക്കും എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഇവിടെ പുരുഷന്മാരെ? നമ്മളുടെ ഇന്ത്യൻ നിയമപ്രകാരമാണ് ഞാൻ പറയുന്നത്, ഇസ്ലാമിക നിയമപ്രകാരമല്ല. ഇന്ത്യൻ നിയമപ്രകാരം എവിടെയാണ് അവർ ശിക്ഷിക്കാൻ വകുപ്പുണ്ടാവുക? കാരണം വർഷങ്ങൾക്ക് മുമ്പ് രണ്ടുപേരും സമ്മതത്തോടു കൂടി കാര്യങ്ങൾ ചെയ്തു. പിന്നീട് ഇദ്ദേഹത്തിനോടുണ്ടാകുന്ന എന്തോ വ്യക്തിവൈരാഗ്യത്തിന്റെ കാരണത്താൽ എന്നെ മുൻപ് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ശിക്ഷിക്കുകയാണ് എങ്കിൽ, അവർക്കെതിരെ കേസ് കൊടുക്കുകയാണെങ്കിൽ എന്ത് ലോജിക്കാണ് ഇവർക്കെതിരെ കേസ് എടുക്കുന്നതിലുള്ളത്? എന്ത് നീതിയാണ് ഇവർക്കെതിരെ കേസ് എടുക്കുന്നതിലുള്ളത് എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതലായി നമ്മൾ ചിന്തിക്കേണ്ടത് ഈ നിയമം മാറണം. ഈ നിയമമാണ് മാറേണ്ടത്. ഇങ്ങനെയുള്ള നിയമങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾക്ക് വഴിതിരിക്കാൻ കാരണമാകുന്നത്. 18 വയസ്സിന് മുമ്പ് കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നവർ 18 വയസ്സിന് ശേഷം കല്യാണം കഴിച്ചില്ല എങ്കിൽ പോലും അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ പ്രശ്നമില്ല എന്ന് പറയുന്ന ഈ മോശപ്പെട്ട തരത്തിലുള്ള നിയമം റദ്ദാക്കുക തന്നെ ചെയ്യണം. അങ്ങനെ റദ്ദാക്കുകയാണെങ്കിലാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ നിയന്ത്രണം ഉണ്ടാവുക എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയ ഒരു കാര്യമാണല്ലോ. ഇവിടെയാണ് പരിശുദ്ധമായ ഇസ്ലാം. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം ഈ മേഖലയിലെ കേവലം ഒരു സിനിമാ മേഖലയിൽ മാത്രമൊന്നുമല്ല. നേരെ മറിച്ച് ഈ ആണും പെണ്ണും ഇടകലർന്ന് എവിടെ ജീവിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഈ പ്രശ്നങ്ങൾ തീർച്ചയായും ഉണ്ടാകും. പെണ്ണിനെ കുറ്റപ്പെടുത്തുകയല്ല, അവർക്കുള്ള ഒരു സ്ഥാനമാണ് സ്വാഭാവികമെന്നോണം. ഒരു അന്യ പുരുഷനെ കാണുന്ന സമയം, അല്ലെങ്കിൽ അന്യ സ്ത്രീയെ ഒരാൾ കാണുന്ന സമയത്ത് അവരിൽ ആകൃഷ്ടരാവുക എന്നുള്ളത്, അതിനുള്ള ഏറ്റവും വലിയ കാരണമാണ് അവരുടെ വസ്ത്രധാരണങ്ങൾ. ഈ അടുത്ത് ഒരു